ചേച്ചി എനിക്കൊരു ഇന്റർവ്യൂ തരാമോ? പിന്നെന്താ തരാലോ. പർപ്പസ്ഫുള്ളി ക്ലീവേജ് കാണിക്കണം എന്ന് വിചാരിച്ച് കാണിച്ചതല്ല. നമ്മള് എന്തെങ്കിലും ഒരു സാധനം എടുക്കാൻ വേണ്ടി താഴെ കുനിയുമ്പോഴും നിവരുമ്പോഴൊക്കെ ക്ലീവേജ് കുറച്ച് കാണും. ഒരിക്കലും റീച്ച് കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്തതല്ല. പക്ഷെ അത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഹാപ്പിനെസ്സിനേക്കാളും കൂടുതൽ എനിക്ക് ചാരിറ്റി ചെയ്യുമ്പോൾ കിട്ടിയിട്ടുണ്ട്. ലൈക്ക് അവരുടെ ബ്ലെസ്സിങ്സും കൂടി നമുക്ക് ഉണ്ടാവും. ആക്ച്വലി എനിക്ക് റീച്ച് കിട്ടിയത് ഞാനൊരു കിളിക്കൂട് ഉണ്ടാക്കാനുള്ള ഒരു പ്ലാൻ വന്നു. അപ്പോൾ കിളികൾ എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് അവൾക്ക് വേണ്ടി ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു റീലായിട്ട് ഇടാം. എനിക്കൊരു 20 ഏജിലാണ് കല്യാണം കഴിക്കുന്നത്. 21 എനിക്കൊരു കുട്ടി ഉണ്ടായി. ഞാൻ ഇഷ്ടപ്പെട്ട കല്യാണം കഴിച്ചത് കൊണ്ട് തന്നെ ഒബിയസ്ലി ഫാമിലി സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് മാരേജ് ലൈഫ് അത്ര സക്സസ്ഫുൾ ആയിരുന്നില്ല. ഒരു 6 ഇയേഴ്സിന് ശേഷം ഞങ്ങൾ സെപ്പറേറ്റഡ് ആയി. അപ്പോൾ ആൾക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ എനിക്ക് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ വേണ്ട എന്നുള്ള ഒരു സ്നേഹം, അതിന് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. തീർച്ചയായും അത് എനിക്ക് കിട്ടിയിട്ടില്ല. അതിൻ്റെ ഒരു വിഷമം മാത്രമേ എനിക്കുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങോട്ടാണ് ഇഷ്ടം എന്ന് പറഞ്ഞത്. എൻ്റെ വീട്ടിലേക്ക് ഇലക്ഷന് വോട്ട് ചോദിക്കാൻ വന്നപ്പോഴാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് ആളെ കാണുന്നത്. ആൾക്ക് ഏജ് ഡിഫറൻസ് ഉള്ളത് കൊണ്ട് ഇനി ഒരു 1-2 വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടി ഉണ്ടാവണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇപ്പം നിർബന്ധമായിട്ട് വേണം എന്നുള്ളൊരു ഇത് വന്നിട്ടാണ് ഞാൻ കുട്ടിക്ക് സമ്മതിച്ചത് തന്നെ. ലൈക്ക് എനിക്ക് വേണ്ടി അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിട്ടല്ല കുട്ടി എന്ന ഓപ്ഷനിലേക്ക് പോയത്. എന്നോടൊപ്പം ഉള്ളത് ലൈഫ് ഓഫ് മാധവിയാണ്. നമസ്കാരം. നമസ്തേ. മാധവി എന്ന് തന്നെയാണ് ഒറിജിനൽ പേര്? മാധവി. വീട് തൃശ്ശൂര്? തൃശ്ശൂർ. ജനിച്ചത് തൃശ്ശൂര്, വളർന്നത് ബാംഗ്ലൂർ. ഓക്കെ. മാധവി പെട്ടെന്നൊരു ബൂമിങ് ആയിരുന്നല്ലോ ഈ ഇൻസ്റ്റാഗ്രാം റീൽസിൽ. ഞാൻ ശ്രദ്ധിച്ചിരുന്ന ഒരു പക്ഷേ എൻ്റെ ഫീഡിലേക്ക് ഇത് വരുന്നത്, ചേച്ചി ഞങ്ങളുടെ വീട്ടിൽ ഞാൻ കാണുന്ന ഫസ്റ്റ് വീഡിയോ അതാണ് കേട്ടോ. ചേച്ചി എൻ്റെ വീട് നിറച്ച് മുറ്റത്ത് നിറയെ പുല്ലാണ്, പുല്ല് പറിച്ചു തരാമോ, ഇതാണ് ഞാൻ ഫസ്റ്റ് കാണുന്നത്. അപ്പോൾ എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോഴാണ് ഇങ്ങനെ കണ്ടു. പിന്നെ ഞാനത് വിട്ടു. ഞാൻ വിട്ടു. ഇഷ്ടം പോലെ ആളുകൾ ഇങ്ങനെ കാണുന്നുണ്ട്, വിട്ടു. അതിനുശേഷം കഴിഞ്ഞൊരു ദിവസം ഇങ്ങനെ ഞാനൊരു ഒരു വീഡിയോ കണ്ടതെന്താണെന്ന് വെച്ചാൽ, ഒരു കുഞ്ഞിന് സൈക്കിളാണെന്ന് തോന്നുന്നു ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അതിലെ ഫസ്റ്റ് ഡയലോഗ് എൻ്റെ മോൾക്ക് ഇത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കെന്തോ ഭയങ്കര ഫീൽ ചെയ്തു കേട്ടോ. അപ്പം അതുവരെ ഞാൻ കണ്ടിരുന്നൊരു മലയാളി പൊതുബോധത്തിൽ നിന്ന് മാറിയിട്ട് ഒരു അമ്മ, ഒരു സ്ത്രീ എങ്ങനെയാണ് സഫർ ചെയ്യുന്നത്. എന്താണ് മാധവി ശരിക്കുമുള്ള മാധവി? ഞാൻ എൻ്റെ സ്ഥലം തൃശ്ശൂരാണ്. ഞാൻ ജനിച്ചു വളർന്നതൊക്കെ ബാംഗ്ലൂർ. ജനിച്ചത് ഇവിടെയാണ്, വളർന്നത് ബാംഗ്ലൂരാണ്. പിന്നെ ഒരു +2 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ മൊത്തം ഫാമിലി ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാനിൽ ഞാൻ +1 +2 നാട്ടിലെ തൃശ്ശൂരാണ് പഠിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞ ഒരു 12th കഴിഞ്ഞപ്പോൾ ലവ് മാരേജ് ആയിരുന്നു. 12th കഴിഞ്ഞപ്പോൾ തന്നെ? അതെ, ലവ് മാരേജ് ആയിരുന്നു. അപ്പോൾ ഏജ് ആയിരുന്നു? 18, 19, 20ലാണ് മാരേജ് ആയത്. 20ലാണ്? 20 വയസ്സായി ആണ് കല്യാണം കഴിഞ്ഞത്. ഇതിപ്പോ 12th ഇങ്ങനെ അറിഞ്ഞപ്പോ ഇവിടുന്ന് എന്നെ തിരിച്ച് ബാംഗ്ലൂർക്ക് കൊണ്ടുപോയി. ഭയങ്കര കോൺട്രോവേഴ്സി ആയിരുന്നു. തിരിച്ച് ബാംഗ്ലൂർക്ക് കൊണ്ടുപോയി. പിന്നെ ഞാൻ ബാംഗ്ലൂരിലായിരുന്നു എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതൽ ഞാൻ ഹോസ്റ്റലിലാണ് കൂടുതൽ വളർന്നിട്ടുള്ളത്. ലൈക്ക് അച്ഛൻ്റെ അമ്മയുടെ ഒരു ആവശ്യം വരും രണ്ടുപേർക്കും. അപ്പോൾ ഞാൻ ബാംഗ്ലൂർ ഹോസ്റ്റലിലാണ് വളർന്നത്. ചെറുപ്പം മുതലേ ഹോസ്റ്റലായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ അങ്ങനെ സ്നേഹം അധികം കിട്ടിയെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ കമ്പയറിങ് ടു മൈ ബ്രദർ എനിക്ക് കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ അച്ഛനമ്മയുടെ കൂടെ ആയിരുന്നു. പിന്നെ ഒരു 10th ഒക്കെ ആയപ്പോൾ കംപ്ലീറ്റ്ലി ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാന്നുള്ളൊരു പ്ലാനിൽ ജോയിൻ ചെയ്തതാണ് ഇവിടെ +1 +2. അതിനുശേഷമാണ് +2 കഴിഞ്ഞ് ലവ് മാരേജ്. ലൈക്ക് എൻ്റെ ഇഷ്ടത്തിലുണ്ടായത് വീട്ടിലറിഞ്ഞു. അറിഞ്ഞപ്പോൾ തന്നെ എന്നെ ബാംഗ്ലൂർക്ക് തിരിച്ച് കൊണ്ടുപോയി. ആഫ്റ്റർ ഒരു 1.5 ഇയറിന് ശേഷം എനിക്കൊരു 20 ഏജിലാണ് കല്യാണം കഴിക്കുന്നത്. 21 എനിക്കൊരു കുട്ടി ഉണ്ടായി, ഒരു പെൺകുട്ടിയുണ്ട്. പിന്നെ കല്യാണം കഴിഞ്ഞ് ഒരു മാരേജ് ശരിക്കും ഞാൻ ഇഷ്ടപ്പെട്ട കല്യാണം കഴിച്ചത് കൊണ്ട് തന്നെ ഒബിയസ്ലി ഫാമിലി സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഹസ്ബൻഡായിട്ട് ഇഷ്യൂ ആയിട്ട് ഞാനൊരു 5-6 വർഷം ആളുടെ വീട്ടിലായിരുന്നു. തൃശ്ശൂർ തന്നെയാണ്. തൃശ്ശൂർ തന്നെയാണ്, ഞങ്ങളുടെ നാട്ടിൽ തന്നെയാണ്. 5-6 വർഷം ഞാൻ അവിടെ ഓക്കെ ആയിരുന്നു. ഓക്കെ മീൻസ് കല്യാണം കഴിഞ്ഞൊരു കുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോൾ മുതൽ അവിടെ ഓക്കെ ആയിരുന്നില്ല. കാരണം എൻ്റെ ലൈഫ് സ്റ്റൈലും അവിടെയുള്ള ലൈഫ് സ്റ്റൈലും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പം ഞാൻ ശരിക്കും ഞാൻ ഒരു വീട്ടമ്മയായിട്ട് മാറ്റിയെടുത്തു. ആ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ ഒരു 20-21. അതെ. അപ്പോൾ വീട്ടമ്മ ആവാനുള്ള ഒരു ഏജ് അല്ല. പക്ഷെ ഞാനത് കംപ്ലീറ്റ്ലി അങ്ങനെ ആയി എടുത്തു. എന്നിട്ടും എനിക്ക് മാരേജ് ലൈഫ് അത്ര സക്സസ്ഫുൾ ആയിരുന്നില്ല. ഒരു 6 ഇയേഴ്സിന് ശേഷം ഞങ്ങൾ സെപ്പറേറ്റഡ് ആയി.
അപ്പോൾ ആൾക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല. പക്ഷെ എനിക്ക് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ വേണ്ട എന്നുള്ള ഒരു ഇതില് തീരുമാനം എടുത്തിട്ട് പുറത്തേക്ക് വന്നു. ഇപ്പൊ ഞാനും മോളും ഇപ്പൊ 2 വർഷമായിട്ട് ഞങ്ങൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പൊ ഈ റീൽസിലേക്ക് അപ്പം അതിന് മുന്നേയും ഇപ്പൊ ഒരുപാട് പേര് ഇങ്ങനെ റീൽസ് ഇടാറുണ്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യാറുണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് മാധവി ചെയ്യുന്ന എല്ലാം തന്നെയും കുറെ കൂടെ എന്താ പറയാ, സമൂഹത്തിലേക്ക് വേണ്ടതും നന്മകൾ വിതറുന്നത്, അല്ലെങ്കിൽ എനിക്കതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആദ്യ കാലങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഇങ്ങനെയുള്ള കമന്റുകൾക്ക് മറുപടി കൊടുക്കുകയായിരുന്നു ചെയ്ത് കാണിക്കുക. അതെ. പക്ഷെ കമന്റുകൾക്ക് അതേപോലെ തന്നെ ആശുപത്രി കിടക്കുന്നവർക്ക് കൊടുക്കാവോ, അങ്ങനെയൊക്കെ കൊടുക്കാൻ. സോ അത് ഒരു തരത്തിൽ മാർക്കറ്റിംഗ് ആണോ, അതോ എനിക്കിത് അല്ലെങ്കിൽ നമുക്കത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സംതൃപ്തിയാണ്? എന്തായിരുന്നു? ആക്ച്വലി എനിക്ക് റീച്ച് കിട്ടിയത് ഞാനൊരു കിളിക്കൂട് ഉണ്ടാക്കാനുള്ള ഒരു പ്ലാൻ വന്നു. അപ്പോൾ കിളികൾ എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് അവൾക്ക് വേണ്ടി ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു റീലായിട്ട് ഇടാം. അതില് ശരിക്കും പറഞ്ഞാൽ ക്ലീവേജ് ഞാൻ മനഃപൂർവ്വം കാണിക്കണം എന്ന് വിചാരിച്ച് കാണിച്ചതല്ല. അത് ഞാൻ നൈറ്റിയാണ്. നമ്മള് വീട്ടില് നൈറ്റിയും അതുപോലെയുള്ള ആണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലെന്നെ ചെയ്യാം. അതിന് വേറെ കോസ്റ്റ്യൂം ഒന്നും ആവശ്യമില്ല എന്ന് വിചാരിച്ച് ചെയ്തതാണ്. അത് എന്താ പറയാ, പർപ്പസ്ഫുള്ളി ക്ലീവേജ് കാണിക്കണം എന്ന് വിചാരിച്ച് കാണിച്ചതല്ല. നമ്മള് എന്തെങ്കിലും ഒരു സാധനം എടുക്കാൻ വേണ്ടി താഴെ കുനിയുമ്പോഴും നിവരുമ്പോഴൊക്കെ ക്ലീവേജ് കുറച്ച് കാണും. അത് ഞാൻ അത്രയ്ക്ക് മൈൻഡ് ചെയ്തില്ല. പക്ഷേ വീഡിയോ ആയിട്ട് വന്നപ്പോ ആൾക്കാര് ഒരുപാട് അവരായിട്ട് തന്നെയാണ് അത് റീച്ച് ഇത്ര ആക്കി തന്നത്. ഞാന് ഒരിക്കലും റീച്ച് കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്തതല്ല. പക്ഷെ പിന്നീടുള്ള വീഡിയോസിൽ പിന്നെ ക്ലീവേജ് കാണിക്കുന്നത് അത്ര ഒരു വലിയ കാര്യല്ലല്ലോ. അത് മാധവിയുടെ മാത്രം കാര്യമാണ്. അതെ. എനിക്കൊരിക്കലും അത് ചോദ്യം ചെയ്യാൻ പറ്റില്ല. അപ്പോ നെക്സ്റ്റ് ഞാൻ അതില് റീച്ച് കിട്ടിയപ്പോ ഒബ്വിയസ്ലി ഞാനത് കണ്ടിന്യൂ ചെയ്തു കുറച്ച്. പിന്നെ ചാരിറ്റിയിലേക്ക് കടക്കാന്ന് പറയുമ്പോ ഈ ഞാൻ കമന്റ് പിക്ക് ചെയ്തിട്ടാണ് ഓരോ വീഡിയോയും ചെയ്യുന്നത്. അപ്പൊ ഈ കമന്റ് ഇട്ടതില് ഫസ്റ്റ് ഞാൻ നോട്ടീസ് ചെയ്ത ഒരു കമന്റാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ല ട്ടോ. അതെ. ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് എല്ലാ കമന്റിനും റിപ്ലൈ കൊടുക്കുന്നതും വായിച്ചെടുക്കുന്നതെല്ലാം. അപ്പൊ ഇത് വായിച്ചപ്പോ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ എന്താ പറയാ, എനിക്ക് പ്രൊമോഷൻസ് ഒക്കെ ചെയ്തിട്ട് കിട്ടുന്ന അമൗണ്ടിൽ നിന്ന് കുറച്ച് അങ്ങോട്ടും സഹായിക്കാം. ലൈക്ക് നമ്മളൊരാൾക്ക് കൊടുത്താലേ നമുക്ക് നന്മ വരുള്ളൂ എന്നല്ലേ പറയാ. അപ്പൊ അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഞാന് ആ ഒരു കമന്റിന് മറുപടി ആയിട്ടാണ് ഒരു അനാഥാലയം എനിക്കറിയില്ല, അങ്ങനെ ഒരു സംഭവത്തിൽ ഞാന് ഫസ്റ്റ് ഫുഡ് കൊടുത്തതും പിന്നെ കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് എന്നെ കൊണ്ട് പറ്റുന്നത് എന്താണോ അത് ഞാൻ ചെയ്തിരുന്നു. അപ്പോ അത് ലൈക്ക് അതിനും ആൾക്കാർ സപ്പോർട്ട് ചെയ്തു. ശരിക്കും പറയുകയാണെങ്കിൽ ഇതും സപ്പോർട്ട് ചെയ്തു, അതും ആൾക്കാർ സപ്പോർട്ട് ചെയ്തു. അപ്പോ പിന്നെ അത് തന്നെ ഒന്നും കൂടി ലൈക്ക് അത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഹാപ്പിനെസ്സിനേക്കാളും കൂടുതൽ എനിക്ക് ചാരിറ്റി ചെയ്യുമ്പോൾ കിട്ടിയിട്ടുണ്ട്. ലൈക്ക് അവരുടെ ബ്ലെസ്സിങ്സും കൂടി നമുക്കുണ്ടാവും. തീർച്ചയായും. ലാസ്റ്റ് ഒരു കുട്ടിക്ക് ഒരു തളർന്നു കിടക്കുന്ന ഒരു കുട്ടിക്ക് കൊടുത്തില്ല, എനിക്കും ഭയങ്കര ഫീൽ ചെയ്തു. നമ്മളൊക്കെ എനിക്കൊക്കെ ഞാൻ ചിന്തിച്ച് ഇത്രേ ഉള്ളൂ. ഇപ്പം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഈ പറയുന്ന പ്രൊമോഷൻ വർക്കിൽ നിന്ന് കിട്ടുന്നതിൽ നിന്ന് നിങ്ങൾ കൊടുക്കും. ഞാൻ ഇത്രയും വർഷമായി എനിക്ക് തൊട്ടടുത്തേക്കുന്ന ആൾക്ക് പോലും മേടിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. കൊടുക്കണമെന്ന് തോന്നിയാൽ പോലും എന്നോട് ഓരോരുത്തരും ഇങ്ങനെ വിളിച്ചു ചോദിക്കും, ചേച്ചി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആ സ്റ്റോറി ചെയ്താലോ. അപ്പൊ എനിക്ക് ചങ്ക് വേദനിക്കും. എനിക്ക് പറ്റണതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും. അതെനിക്ക് സ്റ്റോറി ചെയ്യാൻ പറ്റും, നിങ്ങളുടെ വിഷമം 4 ആളെ കാണിക്കാൻ പറ്റും. പക്ഷെ അതിലപ്പുറം എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് പലപ്പോഴും എനിക്ക് പ്രശ്നമായിട്ടുണ്ട്. അതെനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഫീൽ ചെയ്തു. ആക്ച്വലി എന്താന്ന് വെച്ചാല് ഇതുപോലെ തന്നെ DM വന്നിട്ട് അവര് ഞാൻ മെസ്സേജ് നോക്കുന്നുള്ള ഒരു പ്രതീക്ഷ പോലും അവർക്ക് ഉണ്ടായിരുന്നില്ല. എനിക്കിപ്പോ ഒരു ദിവസം എങ്ങനെ പോയാലും ഒരു 3000, 4000, 5000 മെസ്സേജസോളം പുതിയത് വരും. നമുക്ക് എക്സിസ്റ്റിംഗ് കിടക്കുന്നതല്ലാതെ പുതിയത് വരും. അപ്പൊ നമുക്കിതെല്ലാം സോർട്ട് ഔട്ട് ചെയ്യണം. ഒരുപാട് പേര് ചേച്ചി എനിക്ക് 100 രൂപയ്ക്കോ 500 രൂപയ്ക്കോ ലൈക്ക് വെറുതെ ചോദിക്കുന്നവരും ഉണ്ട്. അപ്പൊ നമുക്ക് അതിൽ നിന്നെല്ലാം ചിലപ്പോൾ ശരിക്കും പറയുന്നവരായിരിക്കും, പക്ഷെ എനിക്ക് എല്ലാവർക്കും കൊടുക്കാനും പറ്റിയെന്ന് വരില്ല. എനിക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. ഇതാണ് ചാരിറ്റിയുടെ ഒരു പ്രശ്നവും. അതെ ഓപ്പൺ ആയിട്ട് കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തമാശക്കാണെങ്കിലും നമുക്ക് അർഹതപ്പെട്ടവർക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് ഞാൻ എല്ലാ മെസ്സേജസും കാണാറുണ്ട്. പക്ഷെ എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്ന എല്ലാവർക്കും കൊടുത്ത് എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ ചെയ്യാറുണ്ട്. അപ്പൊ ഇതില് ശരിക്കും അവർക്ക് അത് വേണം എന്നുള്ളത് എനിക്കും ഫീൽ ചെയ്തു. ലൈക്ക് ആ ഒരു കുട്ടിക്ക് അങ്ങനെ വേണം. ആ കുട്ടിയുടെ അച്ഛനില്ല, അമ്മ ഒറ്റയ്ക്കാണ്, അമ്മയ്ക്ക് എങ്ങോട്ട് ജോലിക്ക് പോകാൻ പോലും പറ്റില്ല ആ കുട്ടീനെ അവിടെ ആക്കിയിട്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്തായാലും നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്യാം എന്നുള്ള രീതിയിൽ
ഒരു വോയിഡ് ഫൗണ്ടേഷനാണ് നമുക്ക് അതെല്ലാം സ്പോൺസർ ചെയ്തത്. പിന്നെ കുറച്ച് ഫണ്ടും അങ്ങനെയായിട്ടാണ് കൊടുത്തത്. അപ്പോൾ അത് പിന്നെ അവർക്ക് അത് മാത്രം മതിയാവില്ല ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ ഇനി താല്പര്യമുള്ളവരുണ്ടെങ്കിൽ DM ചെയ്താൽ അവരുടെ നമ്പർ കൊടുക്കാം എന്നുള്ള പോലെ പറഞ്ഞത്. അത് അവർക്ക് ഹെൽപ്പ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലൈക്ക് ആസ് എ ഫണ്ട് അവർക്ക് കിട്ടുന്നുണ്ട്. എന്തെങ്കിലും നമ്മൾ തുടങ്ങി വെച്ചാൽ മാത്രമേ അത് ആർക്കെങ്കിലും കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലാണ്ട് ഒന്നും പറ്റില്ല. ഇപ്പൊ മാധവി ആദ്യമേ തന്നെ പറഞ്ഞു അച്ഛനും അമ്മയും ബാംഗ്ലൂരായിരുന്നു, അച്ഛനും അമ്മയും ലൈഫ് ഇതല്ലാന്ന്. എന്തായിരുന്നു അവർക്ക് ജോലി ശരിക്കും? അച്ഛൻ ഡ്രൈവറായിരുന്നു, അമ്മ ലൈക്ക് ടീച്ചർ. അമ്മ കുറേ ജോലി ചെയ്തിട്ടുണ്ട്, ടീച്ചറായിട്ടുണ്ട്, ഗാർമെന്റ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, കുറേ ജോലി ചെയ്തിട്ടുണ്ട് അമ്മ. പിന്നെ നമ്മൾ ഈ MLM പോലത്തെ ഉള്ള ജോലിയെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ അമ്മയ്ക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അച്ഛനമ്മയും ബാംഗ്ലൂരിൽ നിന്ന് പൈസ ഉണ്ടാക്കി, അതുപോലെ തന്നെ ലോസായി, അവർക്ക് ഒത്തിരി ലോസായി. അപ്പൊ അതില് ശരിക്കും നല്ലോണം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഹോസ്റ്റലിൽ വളരാനുള്ള കാരണം അച്ഛനും അമ്മയും ജോലിക്ക് പോയാൽ എന്നെ നോക്കാൻ ഒരാളില്ല എന്നുള്ള ഒരു ഇതിലാണ് എന്നെ ഹോസ്റ്റലിലാക്കിയത്. അത് എനിക്കിപ്പോ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ചെറുപ്പത്തിൽ എനിക്ക് ആ ഒരു സമയത്ത് കിട്ടേണ്ട ഒരു സ്നേഹം, അതിന് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. തീർച്ചയായും അത് എനിക്ക് കിട്ടിയിട്ടില്ല. അതിന്റെ ഒരു വിഷമം മാത്രമേ എനിക്കുള്ളൂ. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഉള്ള ഒരു എന്താ പറയാ, അല്പ ശരിക്കും ഒരാളെ ഇപ്പം നമ്മളുടെയൊക്കെ ചെറുതില്ലേ ഇപ്പോഴാണ് കുറച്ചുകൂടെയൊക്കെ കുട്ടികൾക്ക് പേരൻസിനെ മനസ്സിലാവുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയ അങ്ങനെയൊക്കെ കുറെ ഹെൽപ്പാണ്. കാരണം കാണുന്ന വീഡിയോസ് ഒക്കെ ചില പേരൻസിന്റെ വിഷമങ്ങൾ കാണുമ്പോൾ ചില കുട്ടികൾക്ക് അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇപ്പം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമ്മുടെയൊക്കെ ചെറുതിൽ ഇതെന്താ നമ്മൾ കാണുമ്പോൾ അച്ഛനും അമ്മയും പേരൻസ് മീറ്റിങ്ങിന് വരുന്ന കുട്ടികൾ, ചില ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ വെക്കേഷനൊക്കെ വരുമ്പോൾ വീട്ടിലേക്ക് പോകാൻ പോലും കൊണ്ടുപോകാൻ പോലും കുട്ടികളില്ലാത്തവരുടെ അവസ്ഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. സർക്കാരിൽ അങ്ങനെ ഒരു പദ്ധതി തന്നെയുണ്ട് അറിയോ. ഈ ബാലഭവനിലൊക്കെ വരുന്ന കുട്ടികളെ വെക്കേഷൻ സമയത്ത് ഏതെങ്കിലും വീട്ടിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അവർക്ക് പോകാനില്ലല്ലോ, അതുങ്ങളെ കൊണ്ടുപോകാനുള്ളതുണ്ട്. അപ്പൊ അതൊക്കെ വായിക്കുമ്പോൾ പെയിൻ എടുക്കും. ഞാൻ ഭയങ്കര സ്നേഹത്തിൽ വളർന്ന പെൺകുട്ടിയാണ്, അച്ഛൻ്റെ അമ്മയുടെയും ഭയങ്കര സ്നേഹത്തിൽ വളർന്നൊരു പെൺകുട്ടിയാണ്. അപ്പൊ എനിക്കത് പറയുമ്പോൾ എനിക്കത് മനസ്സിലാവും. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ ഈ പേരൻസിനോട് എപ്പോഴെങ്കിലും മാധവി ചോദിച്ചിട്ടുണ്ടോ എന്താ നിങ്ങൾക്ക് കൂടെ നിർത്തിയാലെന്ന്? ഞാൻ ചോദിച്ചിട്ടുണ്ട്. ലൈക്ക് ഞാൻ അതിന്റെ ഇടയിൽ 1-2 വർഷം ഞാൻ വീണ്ടും ഇവരുടെ അടുത്ത് തന്നെ വന്ന് ഞാൻ പോവില്ല എന്ന് പറഞ്ഞിട്ട് നിന്നിട്ടുണ്ട്. പിന്നെ 10th ആകുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ വീട്ടിൽ നിന്നാ പഠിക്കില്ല. ആ ഒരു കൺസെപ്റ്റിൽ വീണ്ടും എന്നെ ഹോസ്റ്റലിലാക്കി. അച്ഛനും അമ്മയ്ക്ക് നോക്കാൻ സമയമല്ല, എനിക്ക് അവരെ തെറ്റ് പറയാൻ പറ്റില്ല. ഇപ്പൊ എനിക്കത് മനസ്സിലാവും, അന്ന് എനിക്കത് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ, ആ ഒരു സമയമല്ലല്ലോ. അങ്ങനെ ഞാൻ വീണ്ടും തിരിച്ച് ഹോസ്റ്റലിൽ തന്നെയായിരുന്നു. ലൈക്ക് 3 ഹോസ്റ്റലിലായിട്ട് മാറിയിട്ടുണ്ട്. 3 ഹോസ്റ്റലിലും എനിക്ക് എന്താ പറയാ സ്പെഷ്യൽ പ്രിവിലേജ് ഉണ്ട്. കാരണം എനിക്ക് പേരൻസ് ഉണ്ട് അവിടെ, കുറെ പേരൻസ് ഇല്ലാത്ത കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ താമസിച്ച എല്ലാ ഹോസ്റ്റലിലും എനിക്ക് സ്പെഷ്യൽ പ്രിവിലേജ് ഉണ്ടായിരുന്നു. ലൈക്ക് പേരൻസിന്റെ ഫീസ് അടയ്ക്കുന്നു, അങ്ങനെയുള്ള ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഹോസ്റ്റൽ ലൈഫ് എന്ന് പറയാൻ എന്താ പറയാ, 10th അങ്ങനെയൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. കാരണം പഠിക്കുക, സ്കൂളിൽ പോവാ പഠിക്കുക, ട്യൂഷന് വരാൻ പഠിക്കുക, അങ്ങനെ ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ എന്റർടൈൻ ചെയ്യാനുള്ള സമയമൊന്നും ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ അതിൽ മുന്നേ ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. ലൈക്ക് അച്ഛനമ്മ ഇല്ലാത്ത കുട്ടികൾ താമസിക്കുന്ന ഒരു ഹോസ്റ്റൽ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഫീൽ ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ. കാരണം അവർക്കില്ല, അവരുടെ വിഷമം കാണുമ്പോൾ നമുക്ക് ഉണ്ടല്ലോ. അതെ, നമുക്ക് അച്ഛനും അമ്മയും ഉണ്ടല്ലോ. അപ്പോ ഇവര് മാസത്തിൽ ഒരിക്കൽ കാണാൻ വരുമ്പോഴും 2 തവണ കാണാൻ വരുമ്പോഴും ഞാൻ അച്ഛനോട് എപ്പോഴും പറയും എനിക്കിവിടെ നിൽക്കണ്ട, എനിക്ക് എന്നെ അപ്പൊ അച്ഛനും എന്നെ സമാധാനിപ്പിക്കുന്ന രീതിയിൽ പറയും, ഓക്കെ കൊണ്ടുപോവാം, സമാധാനിപ്പിക്കാൻ വേണ്ടി പറയും. സത്യം പറഞ്ഞാൽ അച്ഛനും ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷെ രണ്ടാളും വീട്ടിലില്ലാത്ത സ്ഥിതിക്ക്, ഞാനൊരു പെൺകുട്ടിയാണ്, ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ അത്രയും എന്താ പറയാ വിശ്വസിച്ച് നിർത്തിപ്പോവാൻ പറ്റിയ ഒരു സ്ഥലമല്ല, വീട്ടിൽ ഒറ്റയ്ക്ക് വന്നു. അപ്പൊ പിന്നെ ഞാൻ അതുമായിട്ട് യൂസ്ഡ് ആയി. അതെന്താ നാട്ടിലേക്ക് വരാത്തത് പേരൻസ് ബാംഗ്ലൂരിൽ? അത് എൻ്റെ അമ്മ കന്നഡക്കാരിയാണ്. അപ്പൊ അമ്മയ്ക്ക് ബേസിക്കലി ബാംഗ്ലൂരാണ് ഇഷ്ടം. നാട്ടില് ഇപ്പോൾ അവർക്ക് അവിടെ എല്ലാം ഈസി ആക്സസ് ആണ്. നമ്മളിപ്പോൾ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കടയിലേക്ക് പോകണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകണമെങ്കിൽ നമുക്കൊരു ഓട്ടോ വിളിക്കണം, അല്ലെങ്കിൽ ബസ്സിന് പോകണം, അല്ലെങ്കിൽ വീട്ടിലൊരു വണ്ടി എപ്പോഴും അവൈലബിൾ ആയിട്ടിരിക്കണം. അപ്പോൾ ഇവിടെ നമുക്കത് പോസിബിൾ അല്ല. ലൈക്ക് ഒന്നും ഈസി ആക്സസ് അല്ല. ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന ഒരു ഇതിൽ വെച്ചിട്ട് അത്ര ഈസി ആക്സസ് അല്ല. അപ്പം അമ്മയ്ക്ക് കൂടുതൽ അവിടെ തന്നെയാണ് ഇഷ്ടം, അമ്മയുടെ ഫ്രണ്ട്സ് അവിടെയാണ് എല്ലാം. പിന്നെ അച്ഛനും ഇപ്പം അവിടെ ആയിട്ടൊരു 40 years ഒക്കെ ആയി അറൗണ്ട്. അപ്പൊ അച്ഛനും അവിടെ ആയിട്ട് യൂസ്ഡ് ആണ്, അവിടുത്തെ ലൈഫായിട്ട്. അപ്പോ പിന്നെ അച്ഛനും അമ്മയെ സ്നേഹിച്ച് കല്യാണം കഴിച്ചു. അതെ.
അവരുടെ പ്രണയകഥയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അവരുടെ പ്രണയകഥ എൻ്റെ മുത്തശ്ശിനൊരു റേഷൻ കട ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഉം. അപ്പോ അവിടെ റേഷൻ കടയുടെ അടുത്ത് അച്ഛൻ വന്ന് നിന്ന് അങ്ങനെ സ്നേഹിച്ചിട്ടുള്ളതാണെന്നാണ് ഞാൻ ഓ, പറഞ്ഞു മറ്റേ കേട്ടിട്ടുള്ളത്. അമ്മയുടെ അതെ, അച്ഛന് അമ്മയുടെ അച്ഛന്. അങ്ങനെയാണ് ഞാൻ കണ്ടത്. കേട്ടിട്ടുള്ളത്. അപ്പൊ പാതി മലയാളി ശരിക്കും പാതി പറഞ്ഞാ കന്നഡയാണല്ലേ? അതെ, അതെ. അമ്മയുടെ അച്ഛന്റെ കാസ്റ്റ് ഡിഫറന്റ് ആണ്. അപ്പൊ അമ്മയുടെ കാസ്റ്റിലെന്ന് പറഞ്ഞാൽ നോൺ വെജ് ഒന്നും കഴിക്കാത്തതാണ്. ഓക്കെ. അപ്പോ അച്ഛന്റെ കാസ്റ്റിൽ ഇത് ശരിക്കും പറഞ്ഞാൽ അച്ഛന്റെ കാസ്റ്റിൽ പറയുമ്പോൾ അച്ഛൻ പറഞ്ഞു ഞങ്ങൾ നമ്പൂതിരിയാണെന്നാണ് പറഞ്ഞിട്ട് കല്യാണം കഴിച്ചെന്നാണ് പറയണത്. അപ്പൊ ശരിക്കും എൻ്റെ മുത്തശ്ശന്റെ ആൾക്കാരൊക്കെ നമ്പൂതിരിയാണ്. അതിന്റെ കാലശേഷം വരുന്നവരാണ് ഇങ്ങനെ കാസ്റ്റ് മാറിയിട്ടുള്ളത്. അപ്പോ അങ്ങനെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കറിയില്ല. ആ ഹിസ്റ്ററി തന്നെ എനിക്കറിയില്ല. അച്ഛന്റെ ഫാമിലിയുടെ കാരണം കാര്യമാണ്. അച്ഛമ്മയ്ക്ക് 13 മക്കളാണ്. ഏത്? അച്ഛന്റെ അച്ഛന്റെ അമ്മയ്ക്ക് ആ, ഓക്കെ. 13 മക്കളാണ്. ആ. അപ്പൊ അവരില് തന്നെ നമ്മളെല്ലാവരും അങ്ങടും ഇങ്ങടും വർഷത്തിൽ ഒരിക്കൽ പോലും കാണാറില്ല. അത്രയധികം ആൾക്കാരുണ്ട്. അപ്പോ അങ്ങനെ എൻ്റെ അച്ഛൻ ചെറുപ്പത്തിൽ ഒരു 15 വയസ്സാകുമ്പോഴൊക്കെ ബാംഗ്ലൂർ പോയിട്ടുള്ളതാണ്. അപ്പൊ ആ 15, 16 വയസ്സാകുമ്പോ തന്നെ ബാംഗ്ലൂർ പോയി സെറ്റിൽ ആയിട്ടുള്ള ആളാണ്. അപ്പോ അങ്ങനെയാണ് അവര് സ്നേഹിച്ച് കല്യാണം കഴിച്ചത്. അച്ഛൻ അന്നും ഡ്രൈവറായിട്ട് തന്നെ അന്ന് ഡ്രൈവറായിട്ട് തന്നെ. അപ്പൊ അമ്മയും അച്ഛനും ഒരുമിച്ച് ഓരോ ഫാക്ടറിയിലായിരുന്നു വർക്ക് ചെയ്തത്. നമ്പൂതിരിയാണെന്ന് പറഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചത്. അപ്പൊ ഇപ്പൊ എങ്ങനെ നോൺ വെജ് ഒക്കെ കൂട്ടുവോ? ഇല്ല, ഇപ്പോഴും കഴിക്കില്ല. വീട്ടിലാരും കഴിക്കത്തില്ല? ഇല്ല. ഞാനും കഴിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഞാൻ കഴിക്കും. ലൈക് ടേസ്റ്റ് ചെയ്യും. അനിയനാണല്ലേ ഉള്ളത്? ചേട്ടൻ എവിടെയാ? ഇപ്പൊ ഒമാനിലാണ്. ചേട്ടൻ സെറ്റിൽഡ് ആണ്? സെറ്റിൽഡ് ആയിട്ടില്ല. ഇപ്പൊ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അവിടെ പുതിയതായിട്ട്. ഇപ്പം മാധവി ഇപ്പം അച്ഛന്റെ അമ്മയുടെ കാര്യം പറയുമ്പോ കണ്ണ് നിറയുന്നുണ്ട്. എനിക്കത് മനസ്സിലായി. അപ്പൊ അതൊക്കെ നമ്മള് സർവൈവ് ചെയ്ത് ഇപ്പൊ ഇവിടെ നിൽക്കുവാണ്. അപ്പൊ ഈ പറയുന്ന ഇപ്പൊ പറയുമ്പോ പോലും കണ്ണും ചങ്കും വേദനിക്കുന്നുണ്ടെങ്കിൽ മാധവിക്ക് ഇപ്പൊ നാട്ടിലോട്ട് വന്നപ്പോ കേരളത്തിലേക്ക് വന്നപ്പോ പുതിയൊരു ലൈഫ് അല്ലായിരുന്നു? എങ്ങനെയായിരുന്നു അത്? സത്യം പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ബാംഗ്ലൂരിൽ പഠിക്കുന്ന സമയത്ത് വീട്ടിലാണെങ്കിലും ഹോസ്റ്റലിലാണെങ്കിലും ഞങ്ങൾക്ക് നല്ല ഫ്രീഡം ഉണ്ടായിരുന്നു. ലൈക്ക് സാറ്റർഡേ ഹാഫ് ഡേ ക്ലാസ് ഉണ്ട്. ഇവിടെ സാറ്റർഡേ സൺഡേ ലീവ് അല്ലേ, അവിടെ ഞങ്ങൾക്ക് സാറ്റർഡേ ഹാഫ് ഡേ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഹാഫ് ഡേ ക്ലാസ് കഴിഞ്ഞാൽ ഞങ്ങൾ സ്കൂളിൽ നിന്ന് തന്നെ ഡ്രസ്സ് മാറി മോളിലേക്ക് പോവും. അവിടെ ലൈക്ക് പാർക്കുള്ള സ്ഥലത്തേക്ക് പോകും. നമുക്ക് എൻജോയ് ചെയ്യാൻ എവിടേക്കാണ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ബാംഗ്ലൂർ, ഞങ്ങൾ അവിടെയൊക്കെ പോകാറുണ്ട്. കൂടുതലും ഞാൻ ജയനഗർ ഷോപ്പിംഗ് സ്ട്രീറ്റിൽ പോകാറുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ഇവിടെ വന്നപ്പോൾ ശരിക്കും മിസ് ചെയ്തു. കാരണം അവിടെ ഞാനത് ഒരുപാട് ലൈക്ക് എപ്പോഴും എന്നുള്ള പോലെ പോവും. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയി ട്രാവൽ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഏരിയ ടു ഒരു ഏരിയക്ക് പോകണമെങ്കിൽ പോലും നമ്മൾ അത്രയും ടൗൺ ഏരിയ കണ്ടിട്ട് ഇവിടെ വന്നപ്പോൾ എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ തറവാട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ തറവാട്ടിൽ നിന്ന് സ്കൂളിലേക്ക് ഒരു 15-16 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അത്രയും ദൂരം ശരിക്കും യാത്രയൊക്കെ നല്ലതായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ക്ഷീണം. കാരണം ഇത്രയും ദൂരം ശീലമല്ലല്ലോ. അപ്പൊ എനിക്ക് ഭയങ്കര ക്ഷീണം, അങ്ങനെയുള്ള ഒരു ഇത്. പിന്നെ മലയാളം, എനിക്കിപ്പോഴാണ് മലയാളം ഞാനിങ്ങനെ പറയുന്നത്. എനിക്ക് ഇത്ര മലയാളം അറിയില്ലായിരുന്നു. ഒരാഴ്ച എന്നൊക്കെ മലയാളത്തിൽ എന്നോട് ഇങ്ങോട്ട് ആരെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ എത്ര ഞാൻ ഇങ്ങനെ ആലോചിക്കും കുറെ സമയം. അത് കഴിഞ്ഞ് 1 വീക്ക് അപ്പോഴാണ്. അപ്പൊ ഞാൻ ഒരാഴ്ചയാണോ മുടക്കം ചോദിച്ചാൽ അല്ല 1 വീക്കാന്ന് പറയും. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഭയങ്കര മലയാളം വേർഡ്സ് ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോഴും ഞാൻ പറയണത് ഞാൻ ഉദ്ദേശിക്കുന്നതല്ല കൺവേ ആവുന്നത് ആൾക്കാർക്ക്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ വീഡിയോസിലാകുമ്പോൾ നമുക്കത് നോക്കാം, മൈന്യൂട്ടായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് നോക്കി എഡിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതല്ലാതെ നമ്മൾ ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇവിടോട്ട് വന്നതിന് ശേഷം ഇപ്പൊ ഒരു പ്രണയം ഉണ്ടാവുക, അത് +2 പഠിക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ആ പ്രണയം? കാരണം ഈ പറഞ്ഞ പോലെ ഒരു അകന്ന് നിൽക്കുന്ന ഒരു 2 മനുഷ്യന്മാരുടെ ഇടയിൽ ഒരു കുട്ടി, ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു കുട്ടിക്ക് പുതിയൊരാൾ, അല്ലെങ്കിൽ ഈ 2 രീതി നമുക്ക് പറയാം. ഒന്ന് പ്രായത്തിന്റെ ആ സമയത്തെ നമ്മളുടെ ഹോർമോൺ ചേഞ്ചസിന്റെ ഫലമായിട്ട് പ്രണയം ഉണ്ടാവും. 2 സ്നേഹിക്കപ്പെടുക എന്ന് പറയുന്ന ഒരു വികാരമാണ്. അതെ. ആക്ച്വലി എന്താന്ന് വെച്ചാല് ആ പ്രായത്തിന്റെ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ ഇപ്പോ. ആ പ്രായത്തിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്. കാരണം സ്നേഹം എന്ന് പറഞ്ഞാൽ ഞാൻ തറവാട്ടിൽ വന്ന് നിൽക്കുമ്പോഴും വല്യച്ഛനുണ്ട്, വല്യമ്മയുണ്ട്, ചെറിയച്ഛനുണ്ട്. അപ്പോൾ ഇവരൊക്കെ എനിക്കൊക്കെ ഞാൻ എന്താ പറയാ സെയിം ആസ് എ പേരൻസ് ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. അതുപോലെ അവർ ട്രീറ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെ എനിക്ക് എൻ്റെ ആ പ്രായത്തിന്റെ ആണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങോട്ടാണ് ഇഷ്ടം എന്ന് പറഞ്ഞത്. ലൈക്ക് എൻ്റെ വീട്ടിലേക്ക് ഇലക്ഷന് വോട്ട് ചോദിക്കാൻ വന്നപ്പോഴാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് ആളെ കാണുന്നത്. അപ്പോ ഞാനായിട്ടാണ് ഇഷ്ടം എന്ന് പറഞ്ഞത് ആളോട്. അങ്ങനെയാണ് പ്രണയം തുടങ്ങുന്നത്. അപ്പൊ ഇത് അറിഞ്ഞപ്പോ പിന്നെ കൈയോടെ തന്നെ അവിടെ നിന്ന് ബാംഗ്ലൂർക്ക് കൊണ്ടുപോയി. അടിയൊക്കെ കിട്ടിയോ?
ഇല്ല, അടിച്ചിട്ടില്ല. പക്ഷെ പുള്ളിയുടെ കൂടെ തന്നെ ജീവിക്കണം എന്നുള്ളത് ആ പ്രായത്തിന്റെ തീരുമാനമായിരുന്നോ അതോ ഈ ആ, പേരൻസ് എതിർത്തത് കൊണ്ടുള്ള ഒരു അല്ല, അതൊരു വാശിയായിരുന്നു സത്യം പറഞ്ഞാൽ. എനിക്ക് അതങ്ങനെ ദിവ്യപ്രണയം എന്നൊന്നും പറയാൻ പറ്റില്ല. ഇവിടുന്ന് ചെന്നതിന് ശേഷം എന്നെ ശരിക്കും ഒരു വീട്ടിൽ അടച്ചിട്ട പോലെയായിരുന്നു. ഫോണില്ല, പുറത്തേക്ക് അങ്ങനെ. അതുവരെ ഞാൻ എല്ലായിടത്തും ഒറ്റയ്ക്ക് പോയി എല്ലാം ചെയ്തിരുന്ന ആള് പെട്ടെന്ന് എന്നെ എല്ലാം കെട്ടിയിട്ട പോലെ ഒരു ഫീൽ വരുമ്പോ ഉണ്ടാവുന്ന ഒരു വാശി, അത്രേ ഉള്ളൂ. അതാണ് ഇതിലെല്ലാം കൊണ്ടെത്തിച്ചത്. കൊണ്ടെത്തിച്ചത്. എങ്ങനെയായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്? കല്യാണം കഴിക്കാൻ വീട്ടിൽ ചോദിച്ചപ്പോൾ സമ്മതിച്ചില്ല. ഉം. അപ്പൊ എൻ്റെ അച്ഛൻ്റെ മൂത്ത ചേച്ചിയുണ്ട്. മൂത്ത ചേച്ചിയും മൂത്ത ചേട്ടനും അവർക്ക് ലൈക്ക് അവരുടെ തറവാടിന്റെ നാണക്കേട് അവരത്. ഉം. ലൈക്ക് അച്ഛന്റെ തറവാട് അത്യാവശ്യം പേര് കേട്ട തറവാടാണ് ഉം. നാട്ടില്. അപ്പൊ അവർക്ക് നാണക്കേട് വരരുതെന്ന് വിചാരിച്ചിട്ട് അവരാണ് എനിക്ക് ഗോൾഡ് ഇട്ട് അവരാണ് കല്യാണം കഴിപ്പിച്ച് തന്നത്. ഓ. ലൈക്ക് ഒളിച്ചോട്ടം എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ അങ്ങനെ ആണെന്നും പറയാം. അതുപോലെ. ഓ അവര് തന്നെ വീട്ടുകാരെ. അതെ, അതെ. 10ാം ക്ലാസ്സിൽ നമുക്ക് എപ്പോൾ വേണേലും നടക്കാൻ എടുക്കാൻ പോകാൻ നിർത്തുന്നത് പ്ലസ് ടുവിലേക്ക് വന്നപ്പോൾ നമുക്കൊരു അഭിപ്രായം ഉണ്ട്. അങ്ങനെയുള്ളിടത്തു നിന്ന് നമ്മളൊരു പ്രണയം വന്നു, കല്യാണം കഴിഞ്ഞു, അവിടെ കുട്ടിയുണ്ടായി 6 വർഷം പിന്നെ എങ്ങനെയാണ് നിന്നത്? പ്ലസ് ടു, പ്ലസ് വൺ, പ്ലസ് ടുവിലായപ്പോഴും ഞാനങ്ങനെ ആരോടെങ്കിലും ചോദിക്കുക, പറയാ അങ്ങനെയുള്ള ശീലം എനിക്ക് പണ്ട് തൊട്ടേ ഇല്ല. ആ. ലൈക്ക് ഒരാളെ അനുസരിക്കുക. ഞാൻ ചെയ്യുന്നത്, ഞാൻ പണ്ടൊക്കെ എൻ്റെ അച്ഛനോട് വിളിച്ചു പറഞ്ഞു ഇന്ന കാര്യം ചെയ്യുന്നുണ്ട്, ഞാൻ ചെയ്യട്ടെ, ചെയ്യാൻ പോട്ടെ എന്നുള്ള ചോദ്യമായിരുന്നില്ല. ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോവാണ് കേട്ടോ. ഉം. അപ്പോൾ എനിക്ക് എപ്പോഴും എൻ്റെ അച്ഛൻ്റെ ഭാഗത്തു നിന്നൊരു പോസിറ്റീവ്, അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ നോക്കി സൂക്ഷിച്ച് ചെയ്യണം കേട്ടോ അമ്മു, അങ്ങനെ ചെയ്യണം, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളൂ. വേണ്ടാന്നോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് എൻ്റെ അച്ഛൻ അങ്ങനെയൊന്നും പറയാറില്ല. ഞാൻ കൂടുതൽ പുറത്ത് യാത്ര ചെയ്യാനാണ്, പുറത്ത് പോകാനാണ് ചോദിക്കാറുള്ളൂ. ഉം. അപ്പൊ അതിന് അച്ഛൻ സമ്മതിക്കാറുണ്ട്. ഉം. ലൈക്ക് ഇപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാൻ പോകും, എനിക്ക് അതായിരുന്നു കൂടുതൽ താല്പര്യം. ഉം. ഉം. പക്ഷെ ഇവിടെ വന്ന് പിന്നെ കറങ്ങാൻ പോകാൻ അങ്ങനെ സ്ഥലമൊന്നും ഇല്ല. എനിക്ക് കൊച്ചിയിലേക്ക് വരാൻ അന്ന് ഇപ്പോ അത് ദൂരം പോസിബിളും അല്ല, അത്രയും ദൂരം അതെ. വിടത്തില്ല. അല്ല, അപ്പോ തൃശ്ശൂര് ആ ഒരു ചുറ്റുവട്ടത്തുള്ള ഒരു ഇതിലാണ് എനിക്ക് അറിയുള്ളൂ. അപ്പൊ ഉം. അവിടേക്കൊക്കെ ഞാൻ എന്താ പറയാ അങ്ങനെ ആരോടൊന്നും ചോദിക്കാറൊന്നുമില്ല. ഞാൻ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ പോവാറുണ്ട്. ഓക്കെ. അപ്പൊ ഈ 6 വർഷം എങ്ങനെയാണ് പിന്നെ കുഞ്ഞുണ്ടായപ്പോ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങിയെങ്കിൽ പിന്നെ എങ്ങനെയാണ് 6 വർഷം? ആക്ച്വലി അതെന്താ വെച്ചാല് ഞങ്ങള് ലവ് മാരേജ് ആണെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഏജ് ഡിഫറൻസ് ഉണ്ട്. എനിക്ക് അറിയില്ലായിരുന്നു അത്ര ഏജ് ഡിഫറൻസ് ഉണ്ടെന്നുള്ളത്. ഓ കല്യാണം കഴിക്കുമ്പോ എത്ര ഏജ് ഡിഫറൻസ് ഉണ്ടായിരുന്നു? എനിക്ക് 20 ആയിരുന്നു, ആൾക്ക് അപ്പോൾ 33, 34 എന്തോ ആയിരുന്നു. ഓക്കെ. അത്ര ഏജ് ഡിഫറൻസ് ഉണ്ട്. 15 ഇയേഴ്സ് ഏജ് ഡിഫറൻസ് ഉണ്ട് ഞങ്ങൾ തമ്മിൽ. 15 വയസ്സിന് വ്യത്യാസമുണ്ട്. അതിലെ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ. ഓക്കെ. അപ്പൊ ഒബ്വിയസ്ലി ഞാനും ആളും തമ്മിലുള്ള ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെയെല്ലാം ആയി വീട്ടിലിങ്ങനെ അടഞ്ഞിരുന്ന് ഞാൻ ഒരു ഫ്രീഡം ആഗ്രഹിച്ചാണ് ശരിക്കും പറഞ്ഞ ഒരു കല്യാണം കഴിച്ചത്. അപ്പൊ കല്യാണം കഴിഞ്ഞ് വന്ന ഉടനെ ലൈക്ക് 1 മാസം 1.5 മാസം തന്നെ വീട്ടിൽ നിന്ന് പോലും പുറത്തിറക്കിയിട്ടില്ല. ലൈക്ക് അവരുടെ വീട്ടിൽ തന്നെയാണ്, വീട്ടിൽ നിന്ന് പോലും പുറത്തേക്ക് എവിടെയും പോകാൻ പറ്റിയിട്ടില്ല. ഫുൾ അവരുടെ റിലേറ്റീവ്സും അവരുടെ വീട്ടിലുള്ള ആ ഒരു ഇത്, പിന്നെ വിരുന്നിന് പോവാ വരിക. അപ്പൊ എനിക്കതിലൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് വിരുന്നിന് പോയിട്ട് എനിക്ക് കൂടുതൽ അങ്ങനെ എനിക്ക് പച്ചക്കറിയാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ അങ്ങനെ പുറത്തു പോയി അധികം ഫുഡ് കഴിക്കണം എന്നുള്ളത് ഹോട്ടലിൽ എന്തെങ്കിലും അങ്ങനെ അല്ലാണ്ട് സദ്യ ആയിട്ട് കഴിക്കാനൊന്നും എനിക്ക് അത്ര താല്പര്യമില്ല. പിന്നെ എല്ലായിടത്തും വിരുന്നിന് പോക്കും വരവും ഇതുപോലെയുള്ള കാര്യങ്ങളല്ലാതെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ഹണിമൂണിന് പോവോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഈവൻ ആളുടെ സ്വന്തം അമ്മ പറഞ്ഞിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് അതിരപ്പള്ളി വരെയെങ്കിലും ഒന്ന് കൊണ്ടുപോവാൻ. അതുപോലെയാണ്, ലൈക്ക് എവിടെയും കൊണ്ടുപോയിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ട് ഈ എന്താ പറയാ പൂരത്തിന് പോവാ, എനിക്ക് സത്യം പറഞ്ഞ ക്രൗഡ് അത്ര ഇഷ്ടമല്ല. ഈ സൗണ്ടും അധികം ക്രൗഡ് എനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷെ പിന്നീട് പൂരങ്ങൾക്ക് പോകാനുള്ള റീസൺ എന്ന് വെച്ചാൽ മോൾക്ക് അതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ മോൾക്കും അത് ആഗ്രഹം ഉണ്ടാവും. അപ്പൊ ആ ഒരു ഇതില് അങ്ങനെയാണ് പുറത്തു പോയിട്ടുള്ളൂ. അധികം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പിന്നെ ജോലിക്ക് പോയി തുടങ്ങിയപ്പോഴാണ് പിന്നെ പുറത്തേക്ക് പോകാൻ അധികം ആയത്. ജോലിക്ക് പോയായിരുന്നു? ജോലിക്ക് പോയിരുന്നു. 3-4 ജോലി ഞാൻ സ്വിച്ച് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഞാൻ വീട്ടിൽ തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്യും. ഞാൻ ഫാഷൻ ഡിസൈനിങ് ഇൻകംപ്ലീറ്റഡ് ആണ്. അപ്പോൾ ഞാൻ അത്യാവശ്യം സ്റ്റിച്ച് ചെയ്യും, എംബ്രോയിഡറി വർക്ക് എല്ലാം ചെയ്യും. അപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത ഒരു ചേച്ചി ഉണ്ട്, ലൈക്ക് തയ്ക്കണ ചേച്ചിയാണ്. അപ്പോൾ ആ ചേച്ചിക്ക് കല്യാണ വർക്കൊക്കെ വരുമ്പോൾ ഒരു ചെറിയ ബ്ലൗസ് ഹെമ്മിങ് ചെയ്യുന്നത് മുതൽ ഹുക്സ് ഹാങ്ങർ ഇടുന്നത് മുതൽ എനിക്ക് 10 രൂപയും 5 രൂപയും 25 രൂപയൊക്കെയാണ് ഒരു കംപ്ലീറ്റ് ബ്ലൗസ് ചെയ്ത് കൊടുക്കുമ്പോൾ കിട്ടിയിരുന്നത്. അപ്പോൾ അത് എടുത്ത് വെച്ച് ഞാനൊരു ലൈക്ക് കല്യാണം കഴിഞ്ഞിട്ട് ആ ഒരു ഹ്യൂജ് എമൗണ്ട് കാണുന്നത് ഞാൻ ആ ഒരു പൈസ ഉണ്ടാക്കിയിട്ടാണ് ഫസ്റ്റ് ടൈം കേട്ടോ വീട്ടിലിരുന്ന്. കാരണം കുട്ടിയായതിനു ശേഷം എനിക്ക് പുറത്തെവിടെയും പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ കൈച്ചേൻ പണയം വെച്ചിട്ടാണ് ടൈലറിങ് മെഷീൻ മേടിച്ചത്.
ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് ഫസ്റ്റ് ഞാൻ എടുത്തു വെച്ച പൈസ 5,000 റുപ്പീസാണ്. അപ്പോൾ ആ പൈസ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് അത്രയും നമുക്ക് കൃത്യം കണക്കുണ്ടാവും. കാരണം ആ ഒരു ഇതായത് കൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ ചിലവാക്കുന്നു എന്നുള്ളതിൽ നമുക്ക് കൃത്യം കണക്കുണ്ടാവും. തീർച്ചയായും. ഇപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ ഇപ്പോൾ ഒരു ജോലിക്ക് പോകേണ്ട സാഹചര്യമുള്ളൊരു വീടായിരുന്നു മാധവിയുടെ? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് എൻ്റെ അമ്മായിമ്മ വളരെ സപ്പോർട്ടീവായിരുന്നു. അവിടെ ഉള്ള സമയത്ത് വളരെ സപ്പോർട്ടീവായിരുന്നു. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഞാൻ പറഞ്ഞു ലൈക്ക് എനിക്കിപ്പോൾ ഒരു 2 ഇയേഴ്സിന് ബേബി വേണ്ട എന്നുള്ളൊരു ഇത് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അവർ ലൈക്ക് എന്തോ ഒരു വലിയ തെറ്റാണ് ഞാൻ പറഞ്ഞതെന്നുള്ള ഒരു ഫീലാണ് എനിക്ക് അവർ വരുത്തിച്ച് തന്നത്. ആൾക്ക് ഏജ് ഡിഫറൻസ് ഉള്ളത് കൊണ്ട് ഇനി ഒരു 1-2 വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടി ഉണ്ടാവണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇപ്പം നിർബന്ധമായിട്ട് വേണം എന്നുള്ളൊരു ഇത് വന്നിട്ടാണ് ഞാൻ കുട്ടിക്ക് സമ്മതിച്ചത് തന്നെ. ശരിക്കും പറഞ്ഞാൽ ഞാൻ അപ്പം അന്ന് എനിക്കറിയാം ഞാൻ 20 ഏജ് ആയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഇനിയും സമയമുണ്ട്, കുട്ടിയാവാൻ ഇനിയും സമയമുണ്ട് എന്നുള്ളൊരു ധാരണ എനിക്കുണ്ടായിരുന്നു. ഞാനത് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തീരെ സമ്മതിക്കാതെയാണ് എനിക്കൊരു കുട്ടി ഉണ്ടായത്. പിന്നെ എന്താ പറയുക, നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണമല്ലോ. അങ്ങനെയാണ് ലൈക്ക് എനിക്ക് വേണ്ടി അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിട്ടല്ല കുട്ടി എന്ന ഓപ്ഷനിലേക്ക് പോയത്. ഈ 2 വർഷത്തെ ഗ്യാപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞ് കുട്ടി മതി എന്ന് ചിന്തിക്കുന്നത് ലൈഫ് എങ്ങനെയാണെന്നാണോ, അതോ കുറച്ചുകൂടെ നമ്മളൊരു ഒറ്റക്കാലിൽ നിന്നിട്ട് നമ്മൾ പറയില്ലേ നമുക്കൊരു ഏണിങ് ഉണ്ടായിട്ട് കുട്ടി മതി എന്നുള്ളൊരു ചിന്തയായിരുന്നു? ആക്ച്വലി എന്താ വെച്ചാൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് ഞാൻ എല്ലാം വിട്ടിറങ്ങി പോരുന്നതാണ്. അപ്പോൾ ഇനി ഉണ്ടാവുന്ന കോൺസിക്വൻസസ് ഞാൻ ഒറ്റയ്ക്കാണ് ഫേസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം എനിക്ക് ഈ ഒരു മനുഷ്യനെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ആളെ മുഴുവനായിട്ട് അറിയില്ല. അപ്പോൾ ആളെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു 2 ഇയേഴ്സ് സമയം ചോദിച്ചത്. അപ്പോൾ എനിക്കൊരു ചുറ്റുപാടും അല്ലെങ്കിൽ നമുക്ക് എന്നെക്കൊണ്ട് പറ്റുമോ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു സമയം ചോദിച്ചത്. അപ്പോൾ അവരത് ലൈക്ക് എനിക്ക് അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ അവിടെ ആരും ഇല്ല. അല്ലെങ്കിൽ എനിക്ക് പിന്നെ വീണ്ടും തിരിച്ചെൻ്റെ വലിയച്ഛൻ്റെ അടുത്ത് വന്ന് പറയണം. അപ്പോൾ ആ ഒരു ഓപ്ഷൻ വേണ്ട എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ പിന്നെ ഓക്കെ പറഞ്ഞത്. അതുമാത്രമല്ല ലൈക്ക് കുഞ്ഞുണ്ടായി ലൈക്ക് പ്രഗ്നൻ്റ് ആയി ഒരു 6 മന്ത് മുതലാണ് ഫസ്റ്റ് ഞങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്നത്. അതുവരെയും എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയിരുന്നില്ല. പിന്നെ അത് എന്നോട് പറഞ്ഞു ആള് കഴിക്കുമായിരുന്നു. എന്നോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ ബിയർ മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ എനിക്ക് ബിയറും മദ്യവും തമ്മിലുള്ള വ്യത്യാസം എനിക്കറിയില്ല. കാരണം എൻ്റെ വീട്ടിൽ അങ്ങനെ ആരും, എൻ്റെ അച്ഛൻ്റെ വീട്ടിലോ അമ്മയുടെ വീട്ടിലോ അങ്ങനെ ആരും കുടിച്ചിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയതായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അല്ലെങ്കിൽ അത് ഈ ബിയർ എന്താണെന്ന് മദ്യം എന്താണെന്നുള്ളൊരു കാറ്റഗറൈസ് ചെയ്യാനുള്ള ഇത് എനിക്ക് അന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ബിയർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ ബിയറല്ലേ, അപ്പോൾ അത് നോർമലി എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ബിയർ കഴിക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് സാധാരണ ആയിരിക്കാം എന്ന് വിചാരിച്ചു. ഇപ്പോൾ ഞാൻ ബാംഗ്ലൂരാണെങ്കിൽ പോലും എനിക്ക് ബിയറും മദ്യമൊന്നും എക്സ്പീരിയൻസ് ചെയ്യേണ്ട പ്രായമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മാറ്റിയെടുക്കാം, മാറുമായിരിക്കും എന്നുള്ള ഒരു ധാരണയിൽ ഞാൻ ഓക്കെ പറഞ്ഞു. പിന്നെ കല്യാണം കഴിഞ്ഞ് ഒരു മാസം 1.5 മാസം 2 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ മദ്യം ബിയറും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായതും ആള് എന്നോട് പറഞ്ഞത് നുണയാണെന്നുള്ളതും അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ പിന്നെ അവരുടെ ഫ്രണ്ട്സ് തന്നെ വന്നിരിക്കുമ്പോൾ എല്ലാം കളിയാക്കി പറയുന്നതും അപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുമല്ലോ എന്താണ് അവർ ഉദ്ദേശിച്ചതെന്നുള്ളത്. അപ്പോൾ പറയും ഇങ്ങനെ നന്നായി കഴിക്കും എന്നുള്ളത് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത്. പിന്നെ അത് പ്രഗ്നൻ്റ് ആയി എൻ്റെ അപ്പോഴും ഞാൻ ഒരു 6 മാസം 7 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് എൻ്റെ അച്ഛനും അമ്മയൊക്കെ എന്നെ കാണാൻ വരുന്നത്. അപ്പോഴും എൻ്റെ ബ്രദറിന് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല ഈ ഒരു കല്യാണം. കല്യാണം കഴിഞ്ഞ 1 വർഷം വരെയും എൻ്റെ ബ്രദർ എന്നോട് മിണ്ടിയിട്ടില്ല. അതിൻ്റെയൊക്കെ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കല്യാണം കഴിക്കുമ്പോൾ ആളെ പഞ്ചായത്ത് മെമ്പറായിരുന്നു. അപ്പോൾ പഞ്ചായത്ത് മെമ്പർ എന്ന് പറഞ്ഞാൽ അന്ന് 7,500 എന്തോ ആണ് ശമ്പളമുള്ളൂ. അപ്പോൾ ആ ഒരു പൈസയിൽ വെച്ചിട്ടാണ് ആ വീട് കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ജനറേഷനിൽ ഇപ്പോൾ അല്ല, ഒരു 7 ഇയേഴ്സ് ബാക്ക്, ഇപ്പോൾ 7 ഇയേഴ്സ് ബാക്ക് ആണെങ്കിൽ പോലും ആ ഒരു പൈസയിലൊരു വീട് റൺ ചെയ്ത് പോകാൻ ഇമ്പോസിബിളാണ്. അപ്പോൾ അത്രയും പിശുക്കി ജീവിച്ചിട്ടും അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യം ഇപ്പോൾ വേണ്ട ഭക്ഷണമായാലും തുണി ആയാലും എന്തായാലും എനിക്കെല്ലാം ലാവിഷായിരുന്നു. എനിക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്താ പറയുക, ഞാൻ ചോദിക്കാണ്ട് തന്നെ എനിക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ ഇവിടെ വന്നേ പിന്നെ എനിക്ക് എന്താ പറയുക, അതിനെല്ലാത്തിനും ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ടാണ് നിന്നത്. അപ്പോൾ ആ ഒരു പൈസയിൽ റൺ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയി, ഡെലിവറി കഴിഞ്ഞു. അപ്പോൾ ഈവൻ ഡെലിവറി കഴിയുമ്പോൾ പോലും ആളല്ല ബില്ല് പേ ചെയ്തത്. ലൈക്ക് ആളുടെ ഫ്രണ്ട് മേ ബി തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കാം, പക്ഷെ അങ്ങനെയല്ലല്ലോ. നമ്മൾ എന്താ പറയുക, നമ്മൾ ഡെലിവറി കഴിഞ്ഞ്
അല്ല, കുഞ്ഞുണ്ടാവുന്ന ഒരു ദിവസം ഉണ്ടായി ഇന്നുണ്ടായി നാളെ പ്രസവിക്കുന്നതല്ലല്ലോ. അല്ല 10 മാസവും നമ്മൾ അത് പലരോടും നമ്മൾ പറയുന്നത്, അതെ 10 മാസം അല്ലെങ്കിൽ 9 മാസവും നമുക്ക് കുറച്ച് പൈസ സ്വരുക്കൂട്ടി അത് പ്രസവമാണോ സിസേറിയൻ ആണോ അതെ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. സാധാരണക്കാരനാണെങ്കിലും ആർക്കാണെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം ഞാൻ കണ്ടിട്ടുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ പിന്നെ ഇതിലും എന്താ പറയാ കൂലിപ്പണി എടുത്ത് സാധാരണ ജീവിക്കുന്ന ആൾക്കാർ പോലും അത്രയും നന്നായി ടേക്ക് കെയർ ചെയ്യുന്നതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് മെഡിക്കൽ കോളേജിൽ. ഞാൻ പറഞ്ഞു എനിക്ക് മെഡിക്കൽ കോളേജിൽ പ്രസവിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് എന്താ പറയുക, ഞാൻ കേട്ടിട്ടുള്ളതാണ്, എനിക്കറിയില്ല. ലൈക്ക് പ്രസവിക്കാൻ മുമ്പ് ആരുടെയും ചീത്തയൊക്കെ കേൾക്കേണ്ടി വരും. അപ്പോൾ പ്രൈവറ്റിലാണെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നമ്മൾ പ്രസവിക്കാൻ പോകുമ്പോൾ ഓൾറെഡി നമുക്ക് ഭയങ്കര ഡ്രീംഡ് ആയിരിക്കും. അതെ. അപ്പോൾ അത് പറഞ്ഞിട്ട് ഞാൻ അതുകൊണ്ടാണ് മെഡിക്കൽ കോളേജ് സമ്മതിക്കാതിരുന്നത് കേട്ടോ. അല്ലാതെ എനിക്ക് അത് ഇഷ്ടമില്ലായ്മ അങ്ങനെയൊന്നും അല്ല. അല്ല, പേടി ഉണ്ടാവും, ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ പേടി ഉണ്ടാവും. അത് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു ഡെലിവറി എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് ഒരു വീട്ടിൽ വന്ന ഒരു വർഷം 6 മാസം എൻ്റെ അമ്മ ഒരു മാസം എൻ്റെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് വീട്ടിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞ് 8 മാസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് വേണ്ടത് എനിക്ക് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാൻ ആയിട്ടുള്ള പാലൊന്നും അധികം ഉണ്ടായിരുന്നില്ല. ലാക്ടജനാണ് കൊടുത്തിരുന്നത്. അപ്പോൾ കറക്റ്റ് ഒരു 56 ഡേയ്സ് ആകുമ്പോഴേക്കും എനിക്ക് സ്റ്റോപ്പായി. അപ്പം മുതൽ കുട്ടിക്ക് 1 വയസ്സ് വരെയും ലാക്ടജനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ലാക്ടജൻ മേടിക്കാൻ പോലും പൈസ ഇല്ലായ്മ ഉണ്ടായിട്ടുണ്ട്. അത്രയും ഒരു എന്താ പറയുക, എനിക്കിപ്പോൾ പേരൻസ് വന്നെന്ന് വെച്ചിട്ട് എനിക്ക് അവരുടെ അടുത്തൊന്നും ചോദിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്താ പറയുക, എനിക്ക് കുട്ടിക്ക് ഇതില്ല അതില്ല ഉത്തരവാദിത്തത്തോടെ ചെയ്യുന്നില്ല ഹസ്ബൻഡ്. അതായത് നമ്മളെ കുഞ്ഞാണ്, കഷ്ടം നമുക്ക് ഇല്ലായ്മയാണെങ്കിൽ അങ്ങനെ വിചാരിക്കാം, അതായത് ഭയങ്കര അല്ലെങ്കിൽ വയ്യായികയാണെങ്കിൽ. ഇതങ്ങനെയല്ല, ആരോഗ്യമുണ്ട് ഇതുകൊണ്ട്, പക്ഷെ കുഞ്ഞിന്റെ കാര്യം പോലും ഉത്തരവാദിത്തത്തോടെ ചെയ്യുന്നില്ല. അതാണ് പ്രശ്നം. അതെ. പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളെ പോലെ ആർഭാട ജീവിതമല്ല, ഉള്ളത് കൊണ്ട് ജീവിക്കുക ആ ഒരു ഡയലോഗാണ് കൂടുതൽ അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കുള്ളത് കൊണ്ട് ഇതിലും കുറവായിട്ട് എനിക്കിനി പറ്റില്ല, ലൈക്ക് എനിക്കറിയില്ല. അങ്ങനെ അത്യാവശ്യം ഇപ്പോൾ അങ്ങനെയാണ് സ്റ്റിച്ചിങ്ങിലേക്കൊക്കെ പോയി 5000 രൂപ. അതെ. പിന്നെ ഞാൻ എൻ്റെ ബാംഗ്ലൂർക്ക് പോകുമ്പോൾ എൻ്റെ ബ്രദർ എന്നോട് പറഞ്ഞു ഇനി എന്തെങ്കിലും ബിസിനസ് പോലെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് വീട്ടിലിരുന്ന് ചെയ്യണ പോലെ. അപ്പോൾ അവൻ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു 30-40 നൈറ്റീസ് മേടിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂർ പോയപ്പോൾ അവിടെ നിന്ന് ഹോൾസെയിലായിട്ട് കൊണ്ടുവന്നു. അത് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ ആ കിട്ടുന്ന പൈസ നമുക്ക് അപ്പം ചിലവാണ്. തീർച്ചയായും. അപ്പം എനിക്ക് അതങ്ങനെ എന്താ പറയുക, നെക്സ്റ്റ് എടുക്കാനുള്ള ഇല്ല, ബൾക്ക് എടുക്കാൻ പോകാൻ പറ്റത്തില്ല. അപ്പം എനിക്ക് എപ്പോഴും അവനോട് ചോദിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇത്രയും നൈറ്റി സെയിലായിട്ടോ, അതെന്നെ ഒരുപാട് ആൾക്കാർ സഹായിച്ചു. കാരണം ആൾ മെമ്പർ ആയതുകൊണ്ട് തന്നെ നാട്ടിൽ അത്യാവശ്യം ആൾക്കാർക്ക് അറിയാം. അപ്പം ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഇതൊന്ന് മേടിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ മേടിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ അവർക്ക് ഇഷ്ടമില്ലാണ്ടാണെങ്കിൽ പോലും അവർ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോ അങ്ങനെ ആ ഒരു പൈസ ഒന്നും എനിക്ക് സേവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അല്ല, ആദ്യമേ എന്നോട് പറഞ്ഞില്ലേ ബ്ലൗസ് ഒക്കെ തയ്ച്ചൊരു 5000 രൂപ വാങ്ങിച്ചത്, ആ പൈസ പിന്നെ കുഞ്ഞിന് വല്ലോ മേടിച്ചോ? ഇല്ല, ആക്ച്വലി അതെന്താന്ന് വെച്ചാല് ആൾക്ക് ജോലി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഗൾഫിലേക്ക് പോകാൻ, ഈ മെമ്പർ പണി കഴിഞ്ഞപ്പോൾ ഗൾഫിലേക്ക് പോകാന്നുള്ളൊരു ഓപ്ഷൻ വന്നിരുന്നു. അപ്പോൾ ആളുടെ പാസ്പോർട്ട് എക്സ്പയർ ആയിട്ട് അത് റിന്യൂവൽ ചെയ്യാനാണ് ആ 5000 യൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ ഓർത്ത കഥയൊക്കെ കേട്ടപ്പോൾ കുഞ്ഞിനെ, കാരണം അത് അത്രയും സങ്കടത്തോടെയാണല്ലോ പറഞ്ഞത്. നമുക്കറിയാം ബ്ലൗസിന്റെ ഹുക്ക് പിടിപ്പിക്കുന്നതും അത് പിടിപ്പിക്കുന്നതൊക്കെ അത്രയും പാടുള്ള ഒരു കാര്യമാണ്. അതിൽ നിന്നത്തെ ചേട്ടൻ ഓക്കെ. എന്നിട്ട് നൈറ്റ് മേടിച്ചിട്ട് പിന്നെ ഈ നൈറ്റി കച്ചവടം എന്ത് ചെയ്തു? അത് പിന്നെ ഞാൻ അത് കണ്ടിന്യൂ ചെയ്തില്ല. കാരണം ഇനി എനിക്ക് വീണ്ടും ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നതിൽ നമുക്ക് പരിധി ഉണ്ടല്ലോ. അപ്പൊ പിന്നെ ഞാനത് ചെയ്തില്ല സത്യം പറഞ്ഞു. അതിനുശേഷം പിന്നെ എന്ത് ജോലി ചെയ്തു? അതിനുശേഷം ഞാൻ എന്താ പറയാ, ഈ കുടിയുടെ പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ, അത് കുട്ടിക്ക് 1 വയസ്സായി, 1.5 വയസ്സായി, 2 വയസ്സായപ്പോൾ ആളുടെ ഗ്രാജുവലി ഇത് കൂടി വരികയാണ്. അപ്പൊ ഈ മെമ്പർ പണി അവസാനിക്കുന്ന സമയത്തും ആള് ഇതിൽ ഫുൾ അഡിക്റ്റഡ് ആയി. എന്താ പറയാ, ഈ ഒപ്പിനോ കുപ്പിന്നൊക്കെ പറയില്ലേ, അതുപോലെ ഈ നാട്ടിൽ ഒരുപാട് സഹായം ആൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ ചെയ്യുന്നതിനെല്ലാം പകരമായിട്ട് അവർ കൊടുക്കുന്നത് ഈ മദ്യമാണ് കൊടുക്കുന്നത്. അപ്പൊ അത് ആളെ വല്ലാതെ അങ്ങോട്ട് അഡിക്റ്റഡ് ആക്കിപ്പോയി. അതിപ്പോൾ എനിക്ക് അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. അപ്പം അവരുടെ ലൈക്ക് അമ്മ പറയുന്നതെല്ലാം ഒരു പെണ്ണിൻ്റെ കയ്യിലാണ് ആണിനെന്നോ. അപ്പം എനിക്ക് 34-35 വയസ്സ് വരെ സ്വന്തം അമ്മയ്ക്ക് നോക്കാൻ പറ്റാത്തത് ഇതിപ്പോൾ 2 വർഷം മുന്നേ കയറി വന്നാൽ എനിക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പം അതെൻ്റെ ഉത്തരവാദിത്തമായിട്ട് അവർ കാണുന്നത് തെറ്റല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു അത് അവരുടെ ഇഷ്ടം. ഞാൻ കുറേ നിയന്ത്രിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അത് നടക്കില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ നിങ്ങൾക്ക് അത്ര നിർത്താൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് ആരും അറിയാതെ വീട്ടിൽ വരുന്ന
രാത്രി 2 അല്ലെങ്കിൽ അങ്ങനെ കഴിച്ചാൽ മതി. ദേഹോദ്രവം ഉണ്ടായിരുന്നു? ദേഹോപദ്രവം ഉണ്ടായിരുന്നു. ദേഹോപദ്രവം ലാസ്റ്റ് ആയപ്പോഴാണ്. ഞാൻ കുറേ സഫർ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഡെലിവറി കഴിഞ്ഞ് കിടക്കുമ്പോൾ ആളുടെ അമ്മ ഡെലിവറി നോക്കുന്ന ആളാണ്. അപ്പം അങ്ങനെ പോയ സമയത്ത് ഈ പ്ലാസ്റ്റിക് കസാര 3 അടക്കി വെച്ചിട്ടുണ്ടാവില്ലേ, 3 അടക്കി വെച്ച കസാര ആള് കുടിച്ചു, ബോധമില്ല. ആ സമയത്താണ് അത് ചെയ്യണത്. എൻ്റെ മേലെ അടിച്ചു. അത് എന്താണ്, ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല. ആ കസേര എടുത്തടിച്ചോ? അതെ, ആ 3 അടിക്കി വെച്ച കസേര എടുത്തടിച്ചു. അപ്പോൾ എനിക്ക് തീരെ എന്താ പറയുക, ആളുടെ അമ്മ ഇവിടെ ഇല്ല. പിന്നെ എൻ്റെ അമ്മയിൽ എനിക്ക് കുട്ടീനെയും വീട്ടിലത്തെ കാര്യങ്ങളും അല്ലെങ്കിൽ കിച്ചണിലെ കാര്യങ്ങളും എല്ലാം കൂടി എനിക്ക് മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. എനിക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ. കുക്കിംഗ് എന്ന് പറഞ്ഞാലും ഞാനിവിടെ വന്നിട്ടാണ്, ലൈക്ക് കല്യാണം കഴിഞ്ഞിട്ടാണ് കുക്കിംഗ് പഠിച്ചത്. അപ്പോൾ അതിന് മുന്നേ അറിയാം, പക്ഷെ എന്നാലും നാട്ടിലത്തെ ഫുഡൊന്നും അങ്ങനെ എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് വീടിൻ്റെ അടുത്തുള്ള ചേച്ചിയൊക്കെ അങ്ങനെ കുറേ ടിപ്സൊക്കെ ചോദിച്ചിട്ടാണ് കുക്കിംഗ് ഞാൻ പഠിച്ചത്. അപ്പോൾ കുക്കിംഗ് ചെയ്യണം, വിറകടുപ്പിലാണ് ചോറ് വെക്കണം, അതിൽ ചോറ് വെക്കണം, കുട്ടിയുടെ കാര്യങ്ങൾ നോക്കണം, എൻ്റെ കാര്യം നോക്കണം, ആളുടെ കാര്യം നോക്കണം. എല്ലാം തിരുമ്പണമെങ്കിൽ വാഷിംഗ് മെഷീൻ ഇല്ല. കല്യാണം കഴിഞ്ഞ് വന്ന ഉടനെ എനിക്ക് കാണിച്ചു തന്നത് ബാക്കിൽ കൊണ്ടുപോയിട്ട് അലക്കുകല്ല് കാണിച്ചിട്ട് പറയണം, അതാണ് ഇവിടുത്തെ വാഷിംഗ് മെഷീൻ. അപ്പോൾ ഞാൻ ഓൾറെഡി ചോദിച്ചിരുന്നു, എനിക്ക് വാഷിംഗ് മെഷീൻ വേണം. എനിക്കങ്ങനെ കല്ലിൽ തിരുമ്പാനൊന്നും എനിക്ക് അറിയില്ല, എനിക്കതിലൊന്നും താല്പര്യമില്ല. അപ്പോൾ എനിക്കത് വേണമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മേടിക്കാം എന്ന് അന്ന് ലൈക്ക് മുന്നേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേടിക്കാമെന്ന് പറഞ്ഞത് പിന്നെ വന്നപ്പോൾ ഇങ്ങനെ കളിയാക്കി പറയണ പോലെയാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കിതെല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റണില്ല, വീട്ടിലെ കാര്യങ്ങളും കുട്ടിയുടെയും. കുഞ്ഞു കുട്ടിയാണ്. അപ്പോൾ 2 മാസം എന്തോ ആയിട്ടുള്ളൂ, 2 മാസം 3 മാസം ആയിട്ടുള്ളൂ. എനിക്കെല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇതും കൂടി ആയപ്പോൾ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റാതെ ഞാൻ അമ്മേനെ വിളിച്ചു വരുത്തി. ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് പറ്റുന്നില്ല, ഈ പ്രശ്നം ഞാൻ അപ്പോഴും പറഞ്ഞിട്ടില്ല കേട്ടോ, അടിച്ചെന്നുള്ളത് ഇല്ല പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ അമ്മേനെ വിളിച്ചു വരുത്തി. ഞാൻ കല്യാണം കഴിഞ്ഞൊരു 3-4 വർഷം വരെയും എനിക്കുള്ള ഒരു ബുദ്ധിമുട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ കല്യാണം കഴിച്ചത് ഇങ്ങനെയാണ്. അപ്പോൾ അവരോട് പറഞ്ഞാൽ ഒബ്വിയസ്ലി അവര് എന്താ പറയാ, നീ തന്നെ എടുത്തു വെച്ചതല്ലേ എന്നുള്ളൊരു പേടിയാണ്. സത്യം പറഞ്ഞ എന്റെ പേരൻസ് അങ്ങനെ പറയില്ല, പക്ഷെ നമുക്കൊരു പേടി. അപ്പൊ അങ്ങനെ ഒരു തോന്നലുള്ളത് കൊണ്ട് ഞാൻ അവരോട് പറഞ്ഞില്ല. കല്യാണം കഴിഞ്ഞ അത്രയും കുറെ സഫർ ചെയ്തിട്ടും ഞാൻ പറഞ്ഞില്ല. പിന്നെ കുട്ടിക്ക് 3 വയസ്സായപ്പോഴാണ് ഫസ്റ്റ് ജോലിക്ക് പോണത്. അപ്പോൾ ഫസ്റ്റ് ജോലിക്ക് പോയത് ഞാനൊരു കസാര ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയിലാണ്. അപ്പോൾ അവിടെ 10,000 ഫസ്റ്റ് ഞാൻ ജോലിക്ക് കയറിയത്. അപ്പോൾ അവിടെ പിന്നെ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടുത്തെ അറ്റ്മോസ്ഫിയർ അത്ര ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഞാൻ അവിടെ നിർത്തി. പിന്നെ അടുത്തുമായിരുന്നു, വളരെ അടുത്തായിരുന്നു വീട്ടിൽ നിന്ന്. അപ്പോൾ ആ ഒരു ഇതിലാണ് അവിടെ പോവാൻ നോക്കിയത്. പിന്നെ അത് ശരിയാവാണ്ട് ഞാൻ അത് നിർത്തി. അടുത്തത് പോയതാണ് MLM കമ്പനിയിൽ ജോയിൻ ചെയ്തത്. എൻ്റെ മദർ ഇൻ ലോ നോക്കുമായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, എൻ്റെ മദർ ഇൻ ലോ എനിക്ക് നല്ല സപ്പോർട്ടീവായിരുന്നു. അവിടെ ഉള്ള സമയത്ത് കുട്ടിയുടെ ജോലിയുടെ കാര്യം, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ജോലിക്ക് പോകണം, രാവിലെ പോകണം, വൈകുന്നേരം വരും. അപ്പോൾ ആള് ശരിക്കും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു എനിക്ക്. വീട്ടിലത്തെ ജോലി ആയാലും എല്ലാം ആള് ചെയ്തു തന്നിരുന്നു. പക്ഷെ എനിക്ക് അമ്മായിമ്മേനേക്കാളും കൂടുതൽ എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല ആളുടെ ഭാഗത്തു നിന്നാണ്. ജോലിക്ക് പോയി തുടങ്ങി പിന്നെ ആൾക്ക് സംശയങ്ങൾ കൂടി തുടങ്ങി. ഈ അടുത്തുള്ളപ്പോൾ ആൾക്ക് അത്ര സംശയം ഉണ്ടായിരുന്നില്ല. കാരണം ആൾക്ക് ഈസി ആക്സസ് ആണ്, വന്ന് പോവാനും എല്ലാത്തിനും ആൾക്ക് ഈസി ആക്സസ് ആയിരുന്നു, കാണാനും എടുക്കാനും. അതെ, അങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ തൃശ്ശൂർ ജോലിക്ക് പോയി തുടങ്ങിയപ്പോൾ അവിടെ എല്ലാം ഒരു എന്താ പറയുക, എൻ്റെ ഒരു ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് കൂടുതലുള്ളത്. അപ്പം ഞങ്ങൾ നോർമലി ഫ്രണ്ട്സ് പോലെ ആയിരിക്കുമല്ലോ ഓഫീസിൽ ഉണ്ടാവുക. പിന്നെ അവിടെ ഓഫീസിൽ വർക്കിംഗ് ഫ്രീഡം അത്രയും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതുപോലെ ഒരു കോളേജ് വൈബായിരുന്നു അവിടെ. അപ്പോൾ ഒരാളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പാടില്ല. ഇപ്പോൾ ആണെന്നല്ല, ഒരു പെണ്ണിനായാൽ പോലും അധികം വിളിച്ച് സംസാരിക്കുന്നത് ആൾക്ക് താല്പര്യമില്ല. അങ്ങനെയായിരുന്നു. അപ്പോൾ പിന്നെ ഇത് എന്താ പറയുക, എനിക്ക് ആ സമയത്ത് പുറത്ത് അല്ലെങ്കിൽ ആ ഒരു തിക് ഫ്രണ്ട്സ് എന്നൊക്കെ പറയാൻ എനിക്ക് ബാംഗ്ലൂരുള്ള ഫ്രണ്ട്സേ ഉള്ളൂ. അപ്പോൾ അവരോട് എനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ പറയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞ കല്യാണം കഴിഞ്ഞ് എന്നിട്ട് ഞാൻ ഈ ഓഫീസിലൊക്കെ ജോയിൻ ചെയ്തപ്പോഴാണ് ഈ ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിങ് ഒക്കെ വന്നത്. അപ്പോൾ ഓഫീസിൽ ഞാൻ എല്ലാ കഥയും പറയുമായിരുന്നു. എനിക്ക് ഉണ്ടാവുന്ന വിഷമം എനിക്ക് പേരൻസിനോട് പറയാൻ പറ്റില്ല, എൻ്റെ ബ്രദറിനോട് പറയാൻ പറ്റില്ല. അപ്പോൾ ഓഫീസിലാണ് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നൊരു ഇതുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ ഞാൻ എല്ലാം ഇങ്ങനെ പറയുമായിരുന്നു.
അപ്പോൾ അവിടുത്തെ ഓഫീസിലുള്ള ഒരുവിധ ആൾക്കാർക്കൊക്കെ എൻ്റെ പ്രശ്നം അറിയായിരുന്നു. അപ്പോഴും എനിക്ക് എന്താ പറയുക, കുഴപ്പമില്ല, എനിക്ക് മാനേജ് ചെയ്യാം. ആ ജോലിക്ക് പോയിട്ടാണ് ഞാൻ എന്താ പറയുക ഒരു 1.5 വർഷത്തോളം ആ വീട് നോക്കിയത്. എൻ്റെ മോൾക്ക് 5 വയസ്സായിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. അപ്പോൾ 3 വയസ്സായപ്പോൾ ഞാൻ ജോലിക്ക് പോയി 5 വയസ്സ് വരെ ആ വീട് നോക്കിയത് ഞാനാണ്. അപ്പോൾ ഹസ്ബൻഡ് പാസ്പോർട്ട് പുതുക്കിയിട്ട് പോയില്ലേ വിദേശത്ത്? പോയില്ല. അത് കഴിഞ്ഞ് ഫസ്റ്റ് മോതിരം പണയം വെച്ചിട്ട് ഒരു പുതിയ വേറെ ജോബിന് അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞ് മേടിച്ചു. പിന്നെ ആൾക്ക് വേണ്ടി തന്നെയാണ് പണയം വെച്ചിട്ടുള്ളത്. ലൈക്ക് ആള് തന്ന താലിമാലയും മോതിരം എന്താണോ ഗോൾഡ്, ആ ഗോൾഡ് ആൾക്ക് വേണ്ടി തന്നെയാണ് പണയം വെച്ചിട്ടുള്ളത്. ലൈക്ക് എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിനല്ല, ആൾക്ക് വേണ്ടി തന്നെയാണ് പണയം വെച്ചിട്ടുള്ളത്. പിന്നെ ആളത് തിരിച്ചെടുക്കാൻ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടില്ല.